ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. മലക്കപ്പാറയിൽ റോഡിലിറങ്ങിയ കൊമ്പൻ കബാലിയെ കാടുകയറ്റി പെൻസ്റ്റോക്ക് പൈപ്പിന് സമീപം കബാലി 4 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തി. വിനോദസഞ്ചാരികളടക്കം നിരവധി പേർ വഴിയിൽ കുടുങ്ങി. ചാലക്കുടി പരിയാരം തടയണയിൽ നിന്നും പുഴയിലേക്ക് വീണ് ബൈക്ക് യാത്രികൻ മരിച്ചു. പുളിയിലപ്പാറ സ്വദേശി രമേശാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ കാവിൽക്കടവിൽ തെരുവുനായ ആക്രമണം, 4 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കൊടുങ്ങല്ലൂർ തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മോഷണം, 4 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. മാളയിൽ യുവാക്കളെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. എടവിലങ്ങിൽ കാർ ഓടിക്കാൻ കൊടുക്കാത്തതിനുള്ള വിരോധത്താൽ യുവാവിനെ ആക്രമിച്ച പ്രതി അറസ്റ്റിലായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹ തിരക്ക്. ഞായറാഴ്ച നടന്നത് 187 വിവാഹങ്ങൾ. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ പുതിയതായി ഏർപ്പെടുത്തിയ ദർശന ക്രമീകരണത്തിൽ വീണ്ടും പരിഷ്കാരം. വിശദാംശങ്ങളിലേക്ക്. മലക്കപ്പാറയിൽ റോഡിലിറങ്ങിയ കൊമ്പൻ കബാലിയെ കാടുകയറ്റി. പെൻസ്റ്റോക്ക് പൈപ്പിന് സമീപം കബാലി 4 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തി. വിനോദസഞ്ചാരികളടക്കം നിരവധി പേർ വഴിയിൽ കുടുങ്ങി. പിന്നീട് കൊമ്പനെ കാടുകയറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ചാലക്കുടി പുഴയുടെ പരിയാരം തടയണയിൽ നിന്ന് പുഴയിലേക്ക് വീണ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. അതിരപ്പള്ളി പഞ്ചായത്തിലെ പുളിയിലപ്പാറ സ്വദേശി പെരുമ്പടത്തി വീട്ടിൽ രാമുവിന്റെ മകൻ 42 വയസ്സുള്ള രമേശാണ് മരിച്ചത്. അപകടം നടന്ന ഭാഗത്തു നിന്നും 2 കിലോമീറ്റർ താഴെ ചാലക്കുടി വെട്ടുകടവ് പാലത്തിന് സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ച രാത്രിയായിരുന്നു അപകടം. തടയണയുടെ പുഴ മുറിഞ്ഞുകിടക്കുമ്പോൾ നിയന്ത്രണം വിട്ട സ്കൂട്ടർ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. അതിരപ്പള്ളി പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷ അഷിതയുടെ ഭർത്താവാണ് മരിച്ച രമേശ്. കൊടുങ്ങല്ലൂർ കാവിൽക്കടവിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്ക്. കാവിൽക്കടവ് ശ്രീ മയൂരേശ്വരപുരം ക്ഷേത്ര പരിസരത്തായിരുന്നു സംഭവം. കാവിൽക്കടവ് മുല്ലേഴത്ത് അരുൺ കൃഷ്ണ, എറിയാട് മാടത്തിങ്കൽ രാധാകൃഷ്ണൻ, കാര പുതിയ റോഡ് ചള്ളിയിൽ ബൈജു എന്നിവർ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. രാവിലെ അമ്പലത്തിൽ പോയി തൊഴുത് വരുന്ന വഴി ഈ പട്ടി അങ്ങോട്ട് പോകണ്ടായിരുന്നു. ഞാനപ്പോൾ ശ്രദ്ധിച്ചില്ല. ഞാൻ പറഞ്ഞപ്പോൾ ഇത് കുരച്ച് വന്ന് കടിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നിട്ട് ഇഞ്ചക്ഷൻ വെച്ചു. അപ്പോഴാണ് അറിഞ്ഞ അവിടെയും കുറേ പേരെ കടിച്ചിട്ടുണ്ടായിരുന്നു ആ പട്ടി തന്നെ. കൊടുങ്ങല്ലൂർ തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ 4 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. ക്ഷേത്രത്തിനകത്തുള്ള 3 ഭണ്ഡാരങ്ങളും പുറത്തുള്ള ഭണ്ഡാരവുമാണ് കുത്തിത്തുറന്നിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തീരമേഖലയിൽ ഭണ്ഡാര കവർച്ച തുടർക്കഥയായി മാറുകയാണ്. മാളയിൽ യുവാക്കളെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. മാള പള്ളിപ്പുറം സ്വദേശി അരിപ്പുറത്ത് വീട്ടിൽ സിറാജിനെയാണ് അറസ്റ്റ് ചെയ്തത്. ബാറിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു സംഭവം. പത്തനംതിട്ട സ്വദേശി അഭിലാഷ് രാജ്, കൊല്ലം സ്വദേശി അനിൽകുമാർ എന്നിവരെ ആക്രമിച്ച കേസിലാണ് നടപടി. ഈ കേസിൽ മാള പള്ളിപ്പുറം സ്വദേശി പാറയിൽ സുരേഷിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കാർ ഓടിക്കാൻ കൊടുക്കാത്തതിലുള്ള വിരോധത്തിൽ യുവാവിനെ തടഞ്ഞു നിർത്തി പേനക്കത്തി കൊണ്ട് ആക്രമിച്ച പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. എടവിലങ്ങ് കാര സ്വദേശി ചെറുവീട്ടിൽ ഷിനാസാണ് അറസ്റ്റിലായത്. എടവിലങ്ങ് കൈതക്കപ്പറമ്പിൽ വീട്ടിൽ അജിനാസിനെ ആക്രമിച്ച കേസിലാണ് നടപടി. കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്.
തുലാം പിറന്നതോടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹ തിരക്കായി. ഞായറാഴ്ച 187 വിവാഹങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. തിരക്ക് കണക്കിലെടുത്ത് ദേവസ്വം പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. സ്ഥിരമായുള്ള 4 കല്യാണ മണ്ഡപങ്ങൾക്ക് പുറമെ ഒരെണ്ണം കൂടി തയ്യാറാക്കിയിരുന്നു. താലികെട്ടിന് കാർമ്മികത്വം വഹിക്കാൻ കൂടുതൽ കൊയ്മമാരെയും തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ സെക്യൂരിറ്റി ജീവനക്കാരെയും നിയോഗിച്ചു. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ പുതിയതായി ഏർപ്പെടുത്തിയ ദർശന ക്രമീകരണത്തിൽ വീണ്ടും പരിഷ്കാരം വരുത്തി. ഞായറാഴ്ച മുതൽ ക്ഷേത്രനട പുലർച്ചെ 3 തുറന്നാൽ ഉച്ചയ്ക്ക് 2:30 അടയ്ക്കുക. 1 മണിക്കൂറിന് ശേഷം വീണ്ടും 3:30 തുറന്നാൽ രാത്രി 9 വരെ ദർശനം നടത്താം. ഏകാദശി വരെ നിലവിലെ സമയക്രമം തുടരുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പറഞ്ഞു. ഇടവേള. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക്. വരവൂർ പഞ്ചായത്തിലെ തളി നടുവട്ടത്തെ മാലിന്യ പ്ലാന്റിന് നൽകിയ അനുമതി പുനഃപരിശോധിക്കാമെന്ന് തൃശൂർ ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയതായി ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. മാലിന്യ പ്ലാന്റ് പ്രദേശവാസികൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി ആക്ഷൻ കൌൺസിൽ കളക്ടർക്ക് നൽകിയ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്ലാന്റിന് പഞ്ചായത്ത് നൽകിയ അനുമതി ശരിവെക്കുക മാത്രമാണ് ജില്ലാ ഭരണകൂടം ചെയ്തതെന്ന് കളക്ടർ അറിയിച്ചതായി ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. ഇതുവരെയും പഞ്ചായത്ത് ഭരണസമിതി മാലിന്യ പ്ലാന്റിനെതിരായി റിപ്പോർട്ട് നൽകുകയോ നടപടി ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. പരാതി അതിന് അനുമതി കൊടുത്തിട്ടുള്ളത് തന്നെ തെറ്റായ രീതിയിലാണ്. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അനുമതി. കളക്ടറുടെ മുന്നിൽ വിവരങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞ സമയത്ത് കളക്ടർ തുടർ ചർച്ചകൾക്ക് ADM-നെ ചുമതലപ്പെടുത്തി. അവരെ തന്നെ ഞങ്ങൾ ADM-മായി കൂടിക്കാഴ്ച നടത്തി. ADM-ആയിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. ആക്ഷൻ കൌൺസിലിന്റെ പരാതി തുടർ നടപടികൾക്കായി കളക്ടർ ADM-ന് കൈമാറി. മാലിന്യ പ്ലാന്റിന് ലഭിച്ച അനുമതികൾ സ്വാധീനത്തിന് വഴങ്ങിയാണെന്ന പരാതി അന്വേഷിക്കാമെന്ന് ADM ഉറപ്പു നൽകി. പരാതിയിന്മേൽ തീർപ്പുണ്ടാകുന്നതുവരെ എല്ലാ നടപടികളും നിർത്തിവെക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് കളക്ടറും വ്യക്തമാക്കി. കോടതിയിൽ പോയി അവർക്ക് ആവശ്യമായ കോടതിയുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ വഴിയൊരുക്കി കൊടുത്തത് വരവൂർ പഞ്ചായത്തിലെ ഭരണാധികാരികളാണ്. ആ ഭരണാധികാരികൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും മുന്നണിയുമാണ്. എന്നാൽ തുടർന്ന് പോലീസിന്റെ മർദ്ദനം ഏറ്റുവാങ്ങുകയും നിരപരാധിയായ പാവപ്പെട്ട ആളുകളുടെ പേരിൽ കേസെടുക്കുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കൌൺസിൽ നേതാക്കളായ CU അബൂബക്കർ, വിപിൻ കൂടിയേടത്ത്, KM ഹനീഫ, ഷരീഫ് നടുവട്ടം, ഐഷ ഷെരീഫ്, വിജിത ബാബു എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, എരുമപ്പെട്ടി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശനിയാഴ്ച നാടിന് സമർപ്പിച്ച റോഡിന്റെ ശിലാഫലകം തകർത്തതായി പരാതി. MP ഫണ്ട് ഉപയോഗിച്ച് മുല്ലശ്ശേരി 2-ാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത നേതാജി റോഡിൽ സ്ഥാപിച്ച ശിലാഫലകമാണ് തകർത്തിട്ടുള്ളത്. വികസന പ്രവർത്തനങ്ങളിൽ അസ്വസ്ഥരാകുന്ന ഇത്തരം സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP മുല്ലശ്ശേരി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ ധന്വന്തരി പുരസ്കാരം നേടിയ അഷ്ടവൈദ്യൻ ഡോക്ടർ ET നീലകണ്ഠൻ മൂസിന് ആദരവുമായി തൈക്കാട്ടുശ്ശേരി ഗ്രാമം. വിവിധ ക്ഷേത്ര കമ്മിറ്റികളും സാമുദായിക സംഘടനകളും കലാ കായിക സാംസ്കാരിക സംഘടനകളും ചേർന്ന് തൈക്കാട്ടുശ്ശേരി ദുർഗാ ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിച്ച ആദരണീയം ചടങ്ങിൽ റവന്യൂ മന്ത്രി K. രാജൻ, മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ എന്നിവർ ചേർന്ന് വൈദ്യരത്നം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അഷ്ടവൈദ്യൻ ഡോക്ടർ ET നീലകണ്ഠൻ മൂസിനെ ആദരിച്ചു. ആയുർവേദ ചികിത്സാ സമ്പ്രദായത്തെ അർഹിക്കുന്ന അളവിലും കരുത്തിലും വളർത്തിയെടുക്കുന്നതിനു വേണ്ടി വൈദ്യരത്നം കുടുംബ
കുടുംബവും ഡോക്ടർ ഇ.ടി. നീലകണ്ഠൻ മൂസും നൽകിയിട്ടുള്ള സംഭാവനകൾ മഹത്തരമാണെന്ന് മന്ത്രി രാജൻ പറഞ്ഞു. ദുർഗാക്ഷേത്രം പ്രസിഡന്റ് വിജയൻ ചേമ്പാല അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ദുർഗാദത്ത നമ്പൂതിരി, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് എ കുമാരൻ, തൈക്കാട്ടുശ്ശേരി NSS കരയോഗം പ്രസിഡന്റ് പ്രേംകുമാർ, ക്ഷേത്രം വൈസ് പ്രസിഡന്റ് KN രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേവസംഗമ സമിതി ചേർത്തലം, ശാസ്താഭഗവതി ക്ഷേത്രം, ത്രൈലോക്യമംഗലം ശിവക്ഷേത്രം, NSS കരയോഗം തൈക്കാട്ടുശ്ശേരി, ആയുഷ് മന്ത്രാലയത്തിൻ്റെ ധന്വന്തരി പുരസ്കാരം ലഭിച്ച അഷ്ടവൈദ്യൻ ഡോക്ടർ കരയോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ പ്രേംകുമാർ, പ്രിയപ്പെട്ട ദാമോദരൻ നമ്പീശൻ, ശ്രീ അവരാരും വ്യക്തിപരമായിട്ടുള്ള ആദരവായിരുന്നില്ല. പരമ്പരാഗതമായ വാഹനാപകടത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പുലിയന്നൂർ ഞാറേക്കാട്ട് രാമൻ നായർ ഭാര്യ 69 വയസ്സുള്ള നളിനിയമ്മയാണ് മരിച്ചത്. കഴിഞ്ഞ ജൂൺ 22-ന് പടിയൂട്ടുമുറിയിൽ വെച്ചായിരുന്നു അപകടം. കുന്നംകുളം ദയ റോയൽ ആശുപത്രിക്ക് സമീപം ഓട്ടോറിക്ഷയും ട്രാവലറും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. കുന്നംകുളം സ്വദേശി ചെറുവത്തൂർ വീട്ടിൽ ഷാജുവിനാണ് പരിക്കേറ്റത്. ചാവക്കാട് ഭാഗത്ത് നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ട്രാവലറും എതിർദിശയിൽ വരികയായിരുന്ന ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂരിൽ വഴിതെറ്റിയ യാത്രാസംഘം സഞ്ചരിച്ചിരുന്ന കാർ നിർമ്മാണത്തിലിരിക്കുന്ന ഓവർബ്രിഡ്ജിൽ ഇടിച്ചുകയറി. ഒഴിവായത് വൻ അപകടം. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിലായിരുന്നു സംഭവം. എറണാകുളത്ത് നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. വഴിതെറ്റി നിർമ്മാണത്തിലിരിക്കുന്ന ബൈപ്പാസ് റോഡിൽ കയറിയ കാർ ചന്തപ്പുര ഭാഗത്തേക്കുള്ള ഓവർബ്രിഡ്ജിൽ കയറുകയായിരുന്നു. പാലത്തിലെ വിടവിൽ ടയർ കുടുങ്ങിയതിനെ തുടർന്ന് കാർ മുന്നോട്ടെടുക്കാൻ കഴിയാത്ത നിലയിലായി. നിർമ്മാണം പൂർത്തിയാകാത്ത ഓവർബ്രിഡ്ജിലൂടെ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ കാർ താഴേക്ക് നിലം പതിക്കുന്ന സ്ഥിതിയായേനെ. പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ കാർ തിരിച്ചിറക്കുകയായിരുന്നു. ദിശാബോർഡുകളോ മുന്നറിയിപ്പോ ഇല്ലാതിരുന്നതാണ് കാർ യാത്രക്കാരെ അപകടത്തിനിടയാക്കിയത്. സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയുള്ള ദേശീയപാത നിർമ്മാണം വാഹനയാത്രികർക്ക് ഭീഷണിയാവുകയാണ്. മച്ചാട് തിരുവാണിക്കാവിലെ നടവരവ് ബുക്ക് കാണാതായ സംഭവത്തിൽ ദേവസ്വം വിജിലൻസിന് പരാതി നൽകി യൂത്ത് കോൺഗ്രസ് തെക്കങ്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിലാണ് തൃശൂർ ദേവസ്വം വിജിലൻസ് മേധാവിക്ക് പരാതി നൽകിയത്. ഭക്തജനങ്ങൾ വഴിപാടായി നൽകുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ രേഖപ്പെടുത്തുന്ന ബുക്കാണ് കാണാതെ പോയത്. കഴിഞ്ഞ മാസത്തിൽ കാണാതെ പോയ ബുക്കിനെക്കുറിച്ച് ഇന്നേ വരെ ഒരു വിവരവും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വിജിലൻസ് അന്വേഷണത്തിന് പരാതി നൽകിയത്. കുറ്റക്കാരായവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പരാതിയിൽ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. തൃശൂർ സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ജില്ലാ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ജില്ലാ ആർച്ചറി അസോസിയേഷനാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. വിവിധ ക്ലബ്ബുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നായി 200ഓളം കായിക താരങ്ങൾ പങ്കെടുത്തു. കോട്ടേക്കാട് സെന്റ് മേരീസ് അസംഷൻ ഫൊറൂന ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കിഴക്ക് പടിഞ്ഞാറ് ഭാഗക്കാരുടെ കിരീടം എഴുന്നള്ളിപ്പുകൾ പള്ളിയിൽ എത്തിച്ചേർന്നതിനെ തുടർന്ന് കുടമാറ്റം നടന്നു. ഫൊറൂന വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്, അസിസ്റ്റന്റ് വികാരി ഫാദർ മിഥുൻ ചുങ്കത്ത് തുടങ്ങിയവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കാരളം പഞ്ചായത്തിലെ വഞ്ചിയും വലയും വിതരണത്തിൽ വിവേചനം കാണിച്ചതായി പരാതി. കാരളം പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി പഞ്ചായത്തിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കായി 10 പേർക്കാണ്
വഞ്ചിയും വലയും വിതരണം ചെയ്തത്. പദ്ധതിയുടെ ആരംഭത്തിൽ തന്നെ ആദ്യത്തെ ഗുണഭോക്താവായി രജിസ്റ്റർ ചെയ്തത് പഞ്ചായത്തിൽ കഴിഞ്ഞ 50 വർഷക്കാലമായി മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന ചെമ്മാപ്പള്ളി വീട്ടിൽ കാഞ്ചന ശിവരാമൻ എന്ന വിധവയാണ്. ഗ്രാമസഭകളിലും എല്ലാത്തിലും 100% മാർക്ക് നേടി ഉപഭോക്തൃ വിഹിതമായി 7500 രൂപയും കാഞ്ചനയിൽ നിന്നും പഞ്ചായത്ത് അധികൃതർ കൈപ്പറ്റിയിരുന്നു. എന്നാൽ ഉദ്ഘാടനത്തിന് 2 ദിവസം മുൻപ് ഉപഭോക്തൃ വിഹിതമായ പണം തിരികെ മകനെ ഏൽപ്പിക്കുകയും തനിക്ക് പദ്ധതിയിൽ വഞ്ചി ലഭിക്കാൻ സാധ്യതയില്ലെന്ന് അറിയിക്കുകയായിരുന്നുവെന്ന് കാഞ്ചന പറഞ്ഞു. അതേസമയം കാഞ്ചനയ്ക്ക് മത്സ്യബന്ധനത്തിനുള്ള ലൈസൻസ് ഇല്ലാത്തതിനാലാണ് അവസാന നിമിഷം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാതിരുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് പറഞ്ഞു. മറ്റൊരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. പൂഴിമണലിൽ ചോളം വിളയിച്ച് രാജനും കുടുംബവും. ഉപ്പുവെള്ളം നിറഞ്ഞ പരീക്ഷണവുമായി കൃഷി വിജയം. ശ്രീനാരായണപുരം കോതപറമ്പ് കടവിൽ കനോലി കനാലിന്റെ തീരത്താണ് ഈശ്വരമംഗലത്ത് രാജൻ ചോളം കൃഷി ചെയ്തിട്ടുള്ളത്. രാജന്റെ മകൻ അജിത് ഓൺലൈനായി വരുത്തിയ വിത്ത് വിതച്ചാണ് ചോളം കൃഷി ഇറക്കിയത്. ഉപ്പ് നിറഞ്ഞ പുഴവെള്ളത്താൽ ചുറ്റപ്പെട്ട മണ്ണിൽ വിളയൊരുക്കുക ശ്രമകരമായിരുന്നു. വളവും ശുദ്ധജലവും നൽകി വളർത്തിയെടുത്ത ചോളച്ചെടികൾ പ്രതീക്ഷ കളയാതെ കായ്ച്ചു. 3 മാസം കൊണ്ടാണ് ചോളം വിളവെടുപ്പിന് പാകമായത്. പരീക്ഷണം എങ്ങനെയാവുമെന്നുള്ള അറിയാൻ വേണ്ടി അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കി കിട്ടി. പിന്നെ അടുത്ത ഇതിലും കൂടുതലൊക്കെ നടാനൊക്കെ ഉദ്ദേശിക്കുന്നത്. വളവും കോഴിക്കാട്ടും ചാണപ്പൊടിയൊക്കെ ഇട്ടിരിക്കണത്. കേരളത്തിൽ അപൂർവമായ ചോളകൃഷി വേലിയേറ്റവും വേലിയിറക്കവും അനുഭവപ്പെടുന്ന പുഴയോരത്ത് വിജയിക്കുക എന്നത് അത്യപൂർവമാണ്. അടുത്ത തവണ വിപുലമായ രീതിയിൽ ചോളം കൃഷിയിറക്കണമെന്ന തീരുമാനത്തിലാണ് രാജനും കുടുംബവും. മേഖലയിലെ അറിയപ്പെടുന്ന മത്സ്യകർഷകരാണ് രാജനും മകൻ അജിത്തും. കേരളത്തിലെ ഒട്ടുമിക്ക കൃഷിയിടങ്ങളിലേക്കും കാളാഞ്ചി മീൻ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നത് ഇവരാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. അക്കിക്കാവ് എരുമപ്പെട്ടി റോഡിൽ പുത്തൻകുളത്തിന് സമീപത്തെ അപകട മേഖലയിൽ വാഹനയാത്രികർക്ക് ഭീഷണിയായ പാഴ്ചെടികളും മരച്ചില്ലകളും വിദ്യാർത്ഥികൾ ചേർന്ന് വെട്ടിമാറ്റി. പെരുമ്പിലാവ് അൻസാർ സ്കൂൾ വിദ്യാർത്ഥികളായ MK ഷഹരിയാറും അമൽ നീരതുമാണ് വേറിട്ട സേവനവുമായി രംഗത്തെത്തിയത്. സ്ഥിരം അപകട മേഖലയായ ഇവിടെ നാട്ടുകാരുടെ അഭ്യർത്ഥനയെ തുടർന്ന് ദിശാസൂചക ബോർഡും കണ്ണാടിയും സ്ഥാപിച്ചിരുന്നു. ഇത് മരച്ചില്ലകൾ കൊണ്ട് മറഞ്ഞതിനാലാണ് വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങിയത്. ചാവക്കാട് നഗരസഭയിൽ വികസന സദസ്സ് നടത്തി. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷാഹിന സലീം, PS അബ്ദുൾ റഷീദ്, ബുഷറ ലത്തീഫ്, AV മുഹമ്മദ് അൻവർ, പ്രസന്ന രണദിവെ തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ തന്നെ മുഖ്യാതിഥിയായി ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഒരു അവതരണം ഇവിടെ നടക്കുക. എല്ലാവിധ സഹകരണങ്ങളും നൽകിയ ഒട്ടനവധി ഓലപ്പടക്കം മാലയായി കെട്ടുന്നതിനുള്ള യന്ത്രം നിർമ്മിച്ചിരിക്കുകയാണ് അളഗപ്പനഗർ സ്വദേശി കല്ലൂക്കാരൻ സോളമൻ. ഒരു ദിവസം 25,000 ഓലപ്പടക്കം കോർത്തെടുക്കാവുന്ന യന്ത്രം 3 മാസം കൊണ്ടാണ് സോളമൻ ഉണ്ടാക്കിയത്. വിവിധ കമ്പനികൾക്ക് വേണ്ടി കരാറടിസ്ഥാനത്തിൽ പടക്കം മാല കെട്ടിക്കൊടുക്കുന്ന സുഹൃത്ത് ജോലിഭാരം കുറയ്ക്കാനാണ് യന്ത്രം ആവശ്യപ്പെട്ടത്. ചെറിയ ആഘോഷങ്ങൾക്ക് പോലും വെടിക്കെട്ടിന് കുറഞ്ഞത് 1 ലക്ഷം ഓലപ്പടക്കം കോർത്ത മാല ആവശ്യം വരുന്നുണ്ടെന്ന് സോളമൻ പറഞ്ഞു. ഇത്തരം സാഹചര്യത്തിൽ ഈ യന്ത്രം ഗുണകരമാകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും സോളമൻ പറയുന്നു. ഒരു ആള് ഒരു ദിവസം വർക്ക് ചെയ്യുകയാണെങ്കിൽ 4,000 പടക്കമൊക്കെയാണ് കെട്ടാൻ പറ്റുന്നത്. അതായത് മണിക്കൂറിൽ 1000 പടക്കത്തിന് താഴേക്ക് പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് ഓട്ടോമേഷൻ ചെയ്യുമ്പോൾ ഒരു 3,500 പടക്കം, അതായത് ഒരു ദിവസം
8 മണിക്കൂറിൽ ഒരു 25,000 പടക്കം വരെ കെട്ടാൻ പറ്റും. അപ്പം ആ ഒരു എന്താ പറയുക റിക്വയർമെന്റ് നമ്മൾ മനസ്സിൽ കണ്ടിട്ടാണ് അങ്ങനെ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട്. പടക്കം കെട്ടുന്ന കയറും തിരിയും പിരിച്ചെടുക്കുകയാണ് സോളമന്റെ യന്ത്രത്തിന്റെ പ്രധാന ജോലി. പിരിഞ്ഞു വരുന്ന കയറിലേക്ക് 2 വീതം ഓലപ്പടക്കങ്ങൾ വെച്ചു കൊടുക്കുമ്പോൾ കൃത്യമായി മാല കോർത്ത് താഴെ സജ്ജീകരിക്കുന്ന പാത്രത്തിലേക്ക് എത്തുന്നതാണ് യന്ത്രത്തിന്റെ പ്രവർത്തനം. 1 മണിക്കൂറിൽ 3000 ഓലപ്പടക്കമാണ് യന്ത്രം മാലയായി കോർത്തെടുക്കുന്നത്. പൈറോനോട്ട് എന്ന് പേരിട്ട യന്ത്രത്തിന് 40,000 രൂപയാണ് നിർമ്മാണ ചെലവ് വന്നിരിക്കുന്നത്. സോളമന്റെ പ്രവർത്തനങ്ങൾക്ക് കൂട്ടായി ഭാര്യ ലില്ലി ഒപ്പമുണ്ട്. TCV ന്യൂസ്, പുതുക്കാട്. കേരള യൂത്ത് ഗൈഡൻസ് മൂവ്മെന്റ് സിൽവർ ഐക്കൺ പുരസ്കാരം ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പനും ഭാര്യയും ജനപ്രതിനിധിയുമായ ആലീസ് ഷിബുവിന് നൽകി. ചാലക്കുടി SH കോളേജിൽ നടന്ന യോഗത്തിൽ ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കടൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയായിരുന്നു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, അഡ്വക്കേറ്റ് സേവിയർ പാലാട്ടി തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി യുവജില്ല സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള 12 കാൽനാട്ടൽ കർമ്മം സംഘാടക സമിതി ചെയർപേഴ്സൺ PP സുനിത നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷനായി. ജനറൽ കൺവീനർ KB പ്രീത, ദീപു പ്രസാദ്, വിമല പ്രഹ്ലാദൻ, യശോദ മണി, സേതുമാധവൻ, സേതുക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. സ്വകാര്യ വ്യക്തി വളർത്തുന്ന നായ്ക്കൾ പൊതുജനങ്ങൾക്ക് ശല്യം സൃഷ്ടിക്കുന്നതിനെതിരെ വടക്കാഞ്ചേരി നഗരസഭയിലെ 33, 36 ഡിവിഷനുകളിലെ ജനങ്ങൾ രംഗത്ത്. പ്രദേശവാസിയായ ഒരു ഡോക്ടറുടെ വീട്ടിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ യാതൊരു സുരക്ഷിതത്വവുമില്ലാതെ 30ഓളം നായ്ക്കളെ വളർത്തുന്നുണ്ട്. വീടിന്റെ മുന്നിലൂടെ യാത്ര ചെയ്യുന്ന കാൽനട യാത്രക്കാർക്കും ബൈക്ക് യാത്രികർക്കും ഈ നായ്ക്കൾ സ്ഥിരം ശല്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. നഗരസഭാ ചെയർമാൻ സുരേന്ദ്രൻ അടക്കമുള്ളവർ നാട്ടുകാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വോളണ്ടിയേഴ്സ് ഞാറുനടിയിൽ ഉത്സവം നടത്തി. കടങ്ങോട് എയ്യാൽ മുള്ളിങ്ങൽ ചിറ പാടശേഖര സമിതിയിലെ കർഷകർ നൽകിയ കൃഷിസ്ഥലത്താണ് NSSന്റെ 50ഓളം വോളണ്ടിയേഴ്സ് കർഷക വേഷത്തിൽ ഞാറുനട്ടത്. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഞാറുനട്ട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, വാർഡ് മെമ്പർ ടെസി ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് CM അഷ്റഫ്, SMC ചെയർമാൻ AM താഹിർ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലിശ്ശേരി പഞ്ചായത്ത് UDF ഭരണസമിതിക്കെതിരെ CPM നടത്തുന്ന കാൽനട പ്രചാരണ ജാഥയ്ക്ക് ആലിക്കരയിൽ തുടക്കമായി. മുൻ MLA TP കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് സെക്രട്ടറി CK സുഷി അധ്യക്ഷനായി. വാർഡ് സെക്രട്ടറി PM ഷാജഹാൻ, ജാഥ ക്യാപ്റ്റൻ TM കുഞ്ഞുകുട്ടൻ എന്നിവർ സംസാരിച്ചു. ജാഥ തിങ്കളാഴ്ച വൈകിട്ട് സമാപിക്കും. മഹിളാ സഭയ്ക്ക് വേണ്ടി കൈപ്പൊങ്കലം പഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PA ഇസ്ഹാഖ്, PA ഷാജഹാൻ, പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുരേഷ് കൊച്ചുവീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ആശുപത്രി, നമ്മുടെ ആയുർവേദ ആശുപത്രി ഉൾപ്പെടെ കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടി കടപ്പെട്ടത് ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഗുണം ഈ പഞ്ചായത്ത് അംഗൻവാടികൾ. ചരിത്ര പ്രസിദ്ധമായ കൊരട്ടി പള്ളിയിലെ തിരുനാളിന്റെ 8ാം ഇടം ആഘോഷിച്ചു. ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ദിവ്യബലിക്ക് ഫാദർ സെനറ്റ് കാഞ്ഞിരപ്പറമ്പിൽ, ഫാദർ അമൽ മാളിയേക്കൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തുലാഭാരം, മുട്ടിലിഴയിൽ എന്നീ വഴിപാടുകളും നടന്നു. ഈ മാസം 26 15ാം ഇടം വരെ തിരുനാൾ നീണ്ടു നിൽക്കും. NMMS സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പുതുക്കാട് മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കായി ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, BRC കോർഡിനേറ്റർ TR അനൂപ് എന്നിവർ സംസാരിച്ചു.
ദുർഭരണത്തിനെതിരെ പൊരുതാം, മാറ്റത്തിന് കൈകോർക്കാം എന്ന മുദ്രാവാക്യമുയർത്തി എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദയാത്ര KPCC വൈസ് പ്രസിഡന്റ് രമ്യ ഹരിദാസ് ജാഥ ക്യാപ്റ്റൻ MM നിഷാദിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. KPCC അംഗം പാളയം പ്രദീപ്, DCC എക്സിക്യൂട്ടീവ് അംഗം PS സുനീഷ്, UDF കുന്നംകുളം നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി, ചന്ദ്രപ്രകാശ് ഇടമന, ഗോകുൽ ഗുരുവായൂർ, MK ജോസ്, KR രാധിക തുടങ്ങിയവർ സംസാരിച്ചു. മതേതരത്വം മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും വിശ്വാസങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഏതൊരു വിശ്വാസികളുടെയും വിശ്വാസം ആ വിശ്വാസ സംരക്ഷണം ഉറപ്പുവരുത്തി കൊടുത്തുകൊണ്ട് ഗുരുവായൂരിൽ വീട്ടുവളപ്പിൽ നിന്ന് 12 അടി നീളമുള്ള പെരുമ്പാമ്പിനെ പിടികൂടി. നെന്മിനി ആളൂർ ജെയ്സന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. തൊഴിലാളികൾ പറമ്പ് വൃത്തിയാക്കുന്നതിനിടയിലാണ് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. വാർഡ് കൌൺസിലർ ഷിൽവ ജോഷി വിവരം അറിയിച്ചതനുസരിച്ച് സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രവീഷ് ഗുരുവായൂർ എത്തി പാമ്പിനെ പിടികൂടി. 18 കിലോ തൂക്കമുള്ള മലമ്പാമ്പിനെ പിന്നീട് വനം വകുപ്പിന് കൈമാറി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൊക്കാല യൂണിറ്റും ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലും സംയുക്തമായി കൊക്കാലയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PG പ്രകാശം അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KP ജയൻ, സെക്രട്ടറി CP ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,995 രൂപ, പവന് 95,960 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. മലക്കപ്പാറയിൽ റോഡിലിറങ്ങിയ കൊമ്പൻ കവാലിയെ കാടുകയറ്റി പെൻസ്റ്റോക്ക് പൈപ്പിന് സമീപം കവാലി 4 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തി. വിനോദസഞ്ചാരികളടക്കം നിരവധി പേർ വഴിയിൽ കുടുങ്ങി. ചാലക്കുടി പരിയാരം തടയണയിൽ നിന്നും പുഴയിലേക്ക് വീണ് ബൈക്ക് യാത്രികൻ മരിച്ചു. പുളിയിലപ്പറ സ്വദേശി രമേശാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ കാവിൽക്കടവിൽ തെരുവുനായ ആക്രമണം, 4 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കൊടുങ്ങല്ലൂർ തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മോഷണം, 4 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. മാളയിൽ യുവാക്കളെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. എടവലങ്ങിൽ കാർ ഓടിക്കാൻ കൊടുക്കാത്തതിനുള്ള വിരോധത്തിൽ യുവാവിനെ ആക്രമിച്ച പ്രതി അറസ്റ്റിലായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹ തിരക്കേറി. ഞായറാഴ്ച നടന്ന 187 വിവാഹങ്ങൾ. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ പുതിയതായി ഏർപ്പെടുത്തിയ ദർശന ക്രമീകരണത്തിൽ വീണ്ടും പരിഷ്കാരം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.